മെട്രോ ഒക്കെ കാണാം ഇതിന് മുകളിൽ കൂടെ പോകുന്നത്. ഇനി നമ്മൾ കയറുന്നത് എളമക്കര റൂട്ട്, അതായത് LFC റോഡ് അഥവാ പേരണ്ടൂർ റോഡാണ് നമ്മൾ തുടങ്ങുന്നത് കയറുന്നത്. പേരണ്ടൂർ റോഡിലോട്ട് പോകുന്നു നമ്മൾ. ഈ വഴി സൈറ്റിലോട്ട് ഈ വഴി പോകുന്നു. തിരിച്ച് നമ്മൾ വരുന്നത് ഭാവൻസ് വിദ്യാമന്ദിറിൻ്റെ അതിലായിരിക്കും തിരിച്ചപ്പോൾ തിരിച്ച് വരുമ്പോൾ വേറെ റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് റൂട്ടിനെ കുറിച്ചും കാര്യമായ ഒരു ഐഡിയ കിട്ടും. വലതുവശത്തായിട്ട് പാവക്കുളം അമ്പലമാണ്. നമ്മുടെ വലതുവശത്തായിട്ട് പാവക്കുളം അമ്പലം. പാവക്കുളം അമ്പലം കഴിഞ്ഞിട്ട് വരുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ SRM റോഡിലേക്കും, വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ACS സ്കൂളിൻ്റെ അടുത്തോട്ടും, ACS, GPS, ഗ്രീഡ്സ് പബ്ലിക് സ്കൂൾ തുടങ്ങിയ സ്കൂളുകളാണ് വലതുവശത്തോട്ട് പോകുന്നത്. വേറെയും വലത്തോട്ടുള്ള വഴിയുണ്ട്. ACS സ്കൂൾ വഴി പോയി കഴിഞ്ഞാൽ പാട്ടുവരക്കൽ ക്ഷേത്രമുണ്ട്. അങ്ങനെ അശോക റോഡിലോട്ട് കണക്റ്റ് ആവുന്ന മാതൃഭൂമിയിലോട്ടൊക്കെ പോകാം. നമ്മൾ വീണ്ടും നേരെ പൊറ്റക്കുഴി ചർച്ചിൻ്റെ ഡയറക്ഷനാണ്. അത് LFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഫ്ലവർ ചർച്ച്, പൊറ്റക്കുഴി ചർച്ചും ലിറ്റിൽ ഫ്ലവർ ചർച്ചും സെയിം ആണ്. ഇടതുവശത്തായിട്ട് KWയുടെ ഓഫീസുണ്ട്. എളമക്കര ആക്ച്വലി നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. വലതുവശത്ത് നിങ്ങൾക്ക് എമറാൾഡ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് കാണാം. ഇടതുവശത്ത് പ്ലാറ്റിനം വിക്ടറി അപ്പാർട്ട്മെന്റ്സ്. പിന്നെ ഫർദർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റുകളും എല്ലാം ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മൾ ജസ്റ്റ് ഷാജീസ് ഡ്രൈവിംഗ് സ്കൂൾ കടന്നു ലെഫ്റ്റിലോട്ട് പോയാൽ നിവിയ റോഡ്. ഇനി വരുന്ന ജംഗ്ഷനിൽ വലത്തോട്ട് പോയാൽ പുതിയ റോഡ് എന്ന് പറഞ്ഞ റോഡാണ്. ഇതിലെ പോയാലും നമുക്ക് ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിലോട്ടും പോവാം. ദേശാഭിമാനി ജംഗ്ഷൻ്റെ അങ്ങോട്ടും കറുകപ്പള്ളി എല്ലാം പോകാവുന്നതാണ്. ഇവിടെ വലതുവശത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. വെൽക്യാസ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഇവിടെ വലതുവശത്തുണ്ട്. പിന്നെ ഡെന്റൽ ഡോക്ടർ റൂട്ട്സ് ഡെന്റൽ ഡോക്ടറുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് പരിണാമം റോഡ്. ഇവിടെ മെഡിക്കൽ ഷോപ്പുകളും അല്ല വിസ്മയ് നോവൽറ്റി ക്ലോത്തിങ്ങിൻ്റെ ഒരു ഓഫീസ് ഇവിടെയുണ്ട്. മാനുവൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. വലതുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടയിൽ റോഡാണ്. അവിടെ അക്ഷയ സെന്റർ ഉണ്ട്. ഇനി വരുന്ന ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് പച്ചാളം, വടുതല അങ്ങോട്ട് പോകാവുന്ന റോഡാണ്. വലതുവശത്തായിട്ട് നമുക്ക് LFC ചർച്ച് കാണാം. പൊറ്റക്കുഴി പള്ളി വലതുവശത്തായിട്ടാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മറൈൻ ഡ്രൈവിലോട്ടും വല്ലാർപാടം അങ്ങോട്ടൊക്കെ പോകാനുള്ള ഏറ്റവും ഷോർട്ട് കട്ടാണ് അത്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എളമക്കരയിൽ നിന്നും പല വിധത്തിലുള്ള ആക്സസ് ഉണ്ട് പുറത്തോട്ട് പോകാനായിട്ട്. ഇത് ബസ് റൂട്ടാണ്. നമ്മുടെ പ്രോജക്റ്റിലോട്ടും പുതുക്കലോട്ടം ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന് മുമ്പിൽ എത്താൻ പറ്റും ഈ വഴി കൂടെ തന്നെ. ഇനിയുള്ള നെക്സ്റ്റ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മാമംഗലത്തോട്ട് പോകാനുള്ള വഴിയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊറ്റക്കുഴി മാമംഗലം റോഡാണ് ഈ റൈറ്റിലോട്ടുള്ളത്. ഇനി നമ്മൾ ഇടതുവശത്തായിട്ടാണ് സരസ്വതി വിദ്യാനികേതൻ എന്ന് പറഞ്ഞ സ്കൂൾ വരുന്നത്. അതുപോലെ ഭാസ്കരിയം എന്ന് പറഞ്ഞൊരു കല്യാണ മണ്ഡപവും ഓഡിറ്റോറിയം ഇവിടെയുണ്ട്. വലതുവശത്തായിട്ട് നമുക്ക് കാണാം ചോയ്സ് പാർക്ക്, ഇടതുവശത്ത് സംസ്കൃതി ഗാർഡൻ. ഇതെല്ലാം റെസിഡൻഷ്യൽ വില്ല പ്രോജക്റ്റുകളാണ്. ഇതെല്ലാം ചോയ്സ് പാർക്ക് ചോയ്സ് ഗ്രൂപ്പിന്റെ വില്ല പ്രോജക്റ്റാണ്. പിന്നെ നമുക്ക് മുമ്പിൽ കാണാം വലിയൊരു അപ്പാർട്ട്മെന്റ്. അത് ചേലൂരിലാണ്. ഇവിടെ ഇടതുവശത്ത് ഒരു അമ്പലമുണ്ട്. ഇവിടെ ദത്താത്രേയ ക്ഷേത്രമാണ് ഇടതുവശത്തുള്ളത്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലതുവശത്തായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ എളമക്കരയിലുള്ള ഒരു പെട്രോൾ പമ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടിൽ ഉള്ള എല്ലാവിധ ATM സൗകര്യങ്ങളും ബാങ്കുകളും എല്ലാം ഒരുപാട് ഉണ്ട് ഈ റൂട്ടിൽ. ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് ഇവിടെ. പിന്നെ വലതുവശത്തായിട്ട് കാണാം നമുക്ക് പെട്രോൾ പമ്പ്. ഇവിടെയും
ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റ്സുകൾ ഇവിടെ തന്നെയുണ്ട്. ഇനി വരുന്ന ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ താന്നിക്കൽ റോഡാണ്. ഇവിടെ താന്നിക്കൽ റോഡിൽ തന്നെയാണ് ഇവിടുത്തെ എളമക്കര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അത് നമുക്ക് കീർത്തിനഗർ ജംഗ്ഷൻ ചെന്നിട്ട് BTS റോഡ് വഴി നമുക്ക് എടപ്പള്ളിയിലോട്ട് എത്താം. വലതുവശത്ത് കോൺഫിഡന്റ് അപ്പാർട്ട്മെന്റും ഇടതുവശത്ത് ചേലൂരിന്റെ അപ്പാർട്ട്മെന്റും ഉണ്ട്. ഇവിടെ ഒരു വാഹന പുക പരിശോധന കേന്ദ്രമുണ്ട് ഇടതുവശത്തായിട്ട്, വാഹന പുക പരിശോധന കേന്ദ്രം. പിന്നെ ഇവിടെ എളമക്കരയിലെ ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഇവിടെ ഇടതുവശത്ത് കാണാം ഫെഡറൽ ബാങ്ക് വിത്ത് ATM ഫെസിലിറ്റി എല്ലാം ഉള്ള ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഇനി നമ്മൾ ചെല്ലുന്ന ഇത് വരുന്ന ഒരു ടേണിംഗ് ആണ്. അതിൽ നേരെ പോയി കഴിഞ്ഞാൽ പേരണ്ടൂർ ഭഗവതി ക്ഷേത്രമാണ്. നേരെ പോയാൽ നമ്മൾ വലത്തോട്ടേക്കും നമ്മൾ എളമക്കര വഴി പുന്നക്കൽ ടെമ്പിളിന്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. വലതുവശത്തായിട്ട് അനശ്വര പ്രിന്റേഴ്സ്, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് കമ്പനിയാണ്. കുറേ വർഷങ്ങളായിട്ട് പ്രിന്റിംഗ് സേവനം ചെയ്യുന്നവരാണ് വലതുവശത്ത്. നമ്മൾ എഗെയിൻ നമ്മൾ വലത്തോട്ട് ഇതൊരു ടേണിംഗ് ആണ്. ഇതിലാണ് ബസ് റൂട്ട് തന്നെയാണ്. ഇവിടെ ജിമ്മും റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റികളും ഇവിടെ ഉണ്ട്. ജനസേവ മെഡിക്കൽ ഷോപ്പുണ്ട്. ACS സ്കൂളിന്റെ കുട്ടികളെ പിക്ക് ചെയ്യുന്ന സ്കൂളിന്റെ ബസ് നമുക്ക് മുമ്പിൽ കാണാവുന്നതാണ്. ഇനി വരുന്ന വലത്തോടുള്ള വഴി പോയാൽ പ്ലേ ഗ്രൗണ്ട് റോഡ് എന്ന് പറയും, പെരുമ്പോട്ട പ്ലേ ഗ്രൗണ്ട് റോഡ്. ഇത് നേരെ നമുക്ക് എളമക്കര പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് ചെന്ന് കയറുന്ന റോഡാണ്. വലതുവശത്തായിട്ട് ട്രിനിറ്റിയുടെ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ മോറ് സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ മുത്തൂറ്റ്, അങ്ങനെ ഇതൊരു പുന്നക്കൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എളമക്കര ബാവൻസിലോട്ട് പോകും. അത് നേരെ ദേശാഭിമാനിയുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നമ്മളിപ്പം ഇടതുവശത്ത് നമ്മുടെ പ്രോജക്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ പുന്നക്കൽ അമ്പലത്തിന്റെ മുമ്പിൽ നിന്നും ലെഫ്റ്റിലോട്ട്, വലതുവശത്ത് പുന്നക്കൽ അമ്പലം കാണാം. ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പുതുക്കുലവട്ടം റോഡാണ്. നമ്മൾ പുതുക്കുലവട്ടം റോഡിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ എടപ്പള്ളി ചെന്ന് കയറും. ലുലു മോളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് നേരെ പോവാം. ലുലു മോള്, അമൃത ഒക്കെ നേരെ പോകുന്നതാണ്. നമ്മളിപ്പോൾ പുതുക്കുലവട്ടം അമ്പലത്തിന്റെ റൂട്ടിലോട്ട് കയറി. വലതുവശത്തായിട്ടൊരു ഗവൺമെന്റ് സ്കൂളാണ് വലതുവശത്തുള്ളത്. നമുക്ക് ഇവിടുന്ന് കണ്ടാൽ അറിയാം, സ്കൈലൈൻ്റെ ഒരു അപ്പാർട്ട്മെന്റ് മുമ്പിൽ കാണാം. അത് സ്കൈലൈൻ്റെ 24 കാരറ്റ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് ആണ് മുമ്പിൽ കാണുന്നത്. അതിനടുത്ത് തന്നെ വേറെയും അപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ഈ ജംഗ്ഷനിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഈ ജംഗ്ഷനിൽ. ഇനി നമുക്ക് ഇടതുവശത്തായിട്ട് HDFCയുടെ ഒരു ബാങ്ക് ഉണ്ട്. ബാങ്കും ATM-ഉം. ഇതൊരു സൗപർണികയുടെ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിന്റെ ബേസ്മെന്റ് ഏരിയ ആണ് അവർ വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്കൈലൈൻ്റെ 24 കാരറ്റ് അപ്പാർട്ട്മെന്റ് കാണാം. ഇനി നമ്മൾ അടുത്ത വലത്തോട്ടുള്ള വഴിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ലെഫ്റ്റിലോട്ടുള്ള വഴിയിലാണെങ്കിൽ നമ്മുടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിന്റെ പേര് അശോക പബ്ലിക് സ്കൂള് ലെഫ്റ്റ് സൈഡിലുണ്ട്. നമ്മൾ റൈറ്റ് രാജീവ് നഗറിലോട്ടാണ് നമ്മളിപ്പോൾ തിരിയാൻ പോകുന്നത്. ഈ രാജീവ് നഗറിലാണ് നമ്മുടെ പ്രോജക്റ്റ്. ഇവിടുന്ന് ഹാർഡ്ലി ഒരു 70 മീറ്ററേ ഉള്ളൂ നമ്മുടെ പ്രോജക്റ്റിലേക്ക്. ഇപ്പം ഗ്രീൻ നെറ്റ് അടിച്ചേക്കുന്നത് നമ്മുടെ പ്രോജക്റ്റാണ്. ഞാൻ ആദ്യം നമുക്ക് ഫർദർ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നമ്മുടെ മോഹൻലാലിന്റെ അമ്മ താമസിക്കുന്ന വീടുണ്ട്, 3 വീടിനപ്പുറം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മോഹൻലാലിന്റെ ഒരു അയൽവാസിയായിട്ട് മാറും. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ഞാനൊന്ന് സൈറ്റിന്റെ പ്രോഗ്രസിനെ കുറിച്ചൊന്ന് കാണിക്കാനായിട്ട് സൈറ്റിന്റെ ഉള്ളിലോട്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നമ്മുടെ പൈലിംഗ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അതിന്റെ ബേസ്മെന്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസ്മെന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ്മെന്റിന് ശേഷം ആണ് ഫർദർ മുകളിലോട്ട് വർക്കിന് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും മോഹൻലാലിന്റെ
വീടിനൊന്ന് കാണാം. ഇത് നേരത്തെ രവി പിള്ളയുടെ വീടായിരുന്നു, പിന്നീട് മോഹൻലാൽ മേടിച്ചതെന്നാണ് നമ്മുടെ അറിവ്. അവിടെ മോഹൻലാലിൻ്റെ അമ്മ അമൃതയിൽ ചികിത്സയ്ക്ക് ഉള്ളതുകൊണ്ട് ഇവിടെയാണിപ്പം മോഹൻലാൽ താമസിക്കുന്നത്. ഞാൻ ഒന്ന് വളച്ച് കാണിച്ചു തരാം. ശ്രീ ഗണേഷ് എന്ന് പറയുന്ന ഈ വീട്, ഇവിടെയാണ് മോഹൻലാലിൻ്റെ അമ്മ താമസിക്കുന്നത്. ലാലേട്ടൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഈ ഇടയ്ക്ക് അമ്മയുടെ പിറന്നാളിന് ലാലേട്ടനും അമ്മയുടെ ബ്രദർ എല്ലാവരും ഉണ്ടായിരുന്നു. FICയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന സാറായിരുന്നു അമ്മയുടെ ബ്രദർ. അദ്ദേഹമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫർദർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു വേറെ ഒരു ഇതുള്ളത്, ഇവിടെ ഒരു രാജീവ് നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ടൊരു ഷട്ടിൽ കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇത് ഈ കാണുന്ന ഇടത് വശമാണ് ഷട്ടിൽ കോർട്ടാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫർദർ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഇവിടെയുണ്ട്. ഇതെല്ലാം നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ആക്ച്വലി ഇതൊരു ത്രൂ ഫെയർ അല്ല. ഇവിടെ രാജീവ് നഗറിലേക്ക് വരേണ്ട ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. നമ്മൾ വീണ്ടും നമ്മുടെ പ്രോജക്റ്റ് സൈറ്റിലോട്ട് പോവുകയാണ്. തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു റിട്ടേൺ ട്രിപ്പ് നമ്മൾ ഭാവൻസ് വിദ്യാമന്ദിറിന്റെ മുമ്പിൽ കൂടി, എളമക്കരയിലെ മുമ്പിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഞാൻ അഗെയിൻ നമ്മൾ ശ്രീ ഗണേഷിന്റെ മുമ്പിൽ കൂടെ പോവുകയാണ്. നമ്മൾ അഗെയിൻ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അവിടെ എത്തി. ഈ റോഡ് ഉടനെ ടാറിങ് ചെയ്യാനിരിക്കുക. BMC നിലവാരത്തിൽ ടാർ ചെയ്യാനുള്ള പ്രപ്പോസൽ എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഇതവിടെ സൈറ്റ് എത്തി. ഇനി റിട്ടേൺ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ.